പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷനും അതിൽ നിന്ന് സീരീസ് ഡെഡ്യൂസ് ചെയ്യാനും നമ്മൾ പഠിച്ചു അല്ലേ. പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു സം സീരീസ് നമ്മൾ ഡെഡ്യൂസ് ചെയ്യാൻ തന്നിട്ടുള്ള ഫൊറിയർ സീരീസിൽ നിന്ന് ആ തന്നിട്ടുള്ള സീരീസ് ഡെഡ്യൂസ് ചെയ്യാനും പഠിച്ചു. ഓക്കെ, അതുപോലെയുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ. ഫൈൻഡ് ദി ഫൊറിയർ സീരീസ് representation of the function f of x is equal to x square on the interval minus pi to pi, open interval ആണ്. Okay, and deduce that രണ്ട് ക്വസ്റ്റ്യനുകൾക്ക് കാണാൻ പറ്റും. That is first question 1 minus 1 by 2 square plus 1 by 3 square minus 1 divided by 4 square plus etc. This equal to pi square divided by 12. Okay. Next, second question 1 plus 1 by 2 square plus 1 divided by 3 square plus 1 divided by 4 square plus etc. This equal to pi square divided by 6. Okay. എങ്ങനെ കണ്ടെത്താം? നമുക്ക് ഫസ്റ്റ് എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫൊറിയർ സീരീസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫൊറിയർ സീരീസ് എഴുതി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ രണ്ട് സീരീസ് ഡെഡ്യൂസ് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ നമുക്ക് എഴുതാം. എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഇന്റർവെല്ല് മൈനസ് പൈ പൈ ആണ്, ഓപ്പൺ ഇന്റർവെല്ലാണ്. ഓക്കെ, ഇനി എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡെഫിനിഷൻ എ നോട്ട് ഡിവൈഡ് ബൈ 2 പ്ലസ് നെക്സ്റ്റ് സിഗ്മ എം ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എം കോസ് എം പൈ എക്സ് ഡിവൈഡ് ബൈ പി പ്ലസ് ബി എം സൈൻ എം പൈ എക്സ് ഡിവൈഡ് ബൈ പി അല്ലേ. ഇതാണ് നമ്മുടെ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ. എഫ് ഓഫ് എക്സ് അറിയാം, പി എന്താണ്? പി ഈക്വൽ ടു പൈ ആണ്. ഓക്കെ, therefore where p equal to pi. Therefore a naught എന്താ? a naught equal to 1 divided by p integral minus p to p f of x. ഞാൻ p എന്ന് എഴുതുന്നില്ല, കാരണം നമ്മൾ ജനറലി അത് എഴുതുമ്പോൾ ഒരു പക്ഷേ തെറ്റിപ്പോകും. ദാറ്റ് ഈസ് a to b എന്ന് എഴുതാം അല്ലേ. a to b f of x dx. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു എന്താണ്? എയും ബിയും തന്നിട്ടുള്ള ഇന്റർവെല്ലിന്റെ രണ്ട് എൻഡ് പോയിന്റ്. ദാറ്റ് ഈസ് 1 by pi മൈനസ് പൈ ടു പൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാണ്. എക്സ് സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഫംഗ്ഷനാണ്. therefore 1 divided by pi 2 times integral 0 to pi x square dx എന്ന് എഴുതാം അല്ലേ. that is this equal to 2 by pi x cube upper x cube divided by 3 upper limit lower limit, that is 0 to pi, that's equal to 2 divided by 3 pi പൈ ക്യൂബ് മൈനസ് 0 എന്ന് വരും. ഒരു പൈയും എടുത്ത് ഒരു പൈ ക്യാൻസൽ ചെയ്യാം അല്ലേ. ബാക്കി എന്തുണ്ട്? പൈ സ്ക്വയർ വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 by 3 പൈ സ്ക്വയർ എന്ന് വരും അല്ലേ. 2 by 3 പൈ സ്ക്വയർ. ഓക്കെ, ഇനി എ എം എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് എ എം ഈക്വൽ ടു 1 by p a to b f of x cos m pi x divided by p into dx. p എന്താണ്? p equal to pi ആണ് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ അത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ദാറ്റ് ഈസ് 1 by pi ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എം എക്സ് ഡി എക്സ്. എന്തുകൊണ്ട് എം എക്സ് ചെയ്ത്? ഇവിടെ p ഈക്വൽ ടു പൈ ആണ്. ആ പൈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്, ഇതും ഈവൻ ഫംഗ്ഷൻ. നമുക്ക് എന്ത് ചെയ്യാം? 2 ടൈംസ് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് 2 by pi ഇന്റഗ്രൽ 0 to pi നെക്സ്റ്റ് എക്സ് സ്ക്വയർ കോസ് എം എക്സ് ഡി എക്സ്. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 2 by pi നെക്സ്റ്റ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി, രണ്ടാമത്തെ സൈൻ എം എക്സ് ഡിവൈഡ് ബൈ എം ഹോൾ ഡിവൈഡ് ബൈ എം മൈനസ് നെക്സ്റ്റ് 2x, അടുത്തത് ഇതിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എം എക്സ് ഡിവൈഡ് ബൈ എം സ്ക്വയർ അല്ലേ. ഇനിയും പോവും അല്ലേ, കാരണം ഇതിന്റെ ഡെറിവേറ്റീവ് നെക്സ്റ്റ് ബ്രാക്കറ്റിൽ ചെയ്തു. പക്ഷേ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, നെക്സ്റ്റ് ടേം പ്ലസ് ആണ് അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ 2x-ന്റെ ഡെറിവേറ്റീവ് അഗെയിൻ 2, ഇതിന്റെ ഇന്റഗ്രൽ മൈനസ് സൈൻ എം എക്സ് ഡിവൈഡ് ബൈ എം ക്യൂബ് അല്ലേ. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും 0 to pi എന്ന് എഴുതി. ഇനി നമ്മൾ ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ നോക്കുക,
ഈ ടേമിന് ഫസ്റ്റ് ടേമിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി സൈൻ എം പൈ എന്ന് വരും. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ 0 വരും, ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 വരും. അതേപോലെ ഇവിടെയോ ഈ ടേമിന് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാലും ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേമിന് 0 വരും, കാരണം സൈൻ എം പൈയും സൈൻ 0യും. അപ്പൊ ഇത് രണ്ടും നമുക്ക് ചുമ്മാ കൊടുത്തെങ്ങാണ്ട് 0 വരുന്ന ടേം ആണ് ഈ രണ്ട് ടേം അല്ലേ. ഈ ടേമിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും, ഈ ടേമിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും. അപ്പൊ ഈ ടേം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതണ്ട. ബാക്കി എന്തുണ്ട്, ഈ മൈനസ് മൈനസ് പ്ലസ് ആയി. ദാറ്റ് ഈസ് 2/π പുറത്തുണ്ട്, ബാക്കി എന്തുണ്ട് 2/m² x ഇൻറ്റു കോസ് എം എക്സ്. ഓക്കെ, ഈ ടേം മാത്രമേ ഉള്ളൂ. ഈ മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആയി, ബാക്കി 2x ഞാനൊന്നും കൂടി വൃത്തിയിൽ എഴുതിയെന്നുള്ളൂ. 2 കോൺസ്റ്റന്റിനെ ഫസ്റ്റ് എഴുതിയെന്നുള്ളൂ. അപ്പർ ലിമിറ്റ് ലോങ് ടു 0 to π എന്ന് എഴുതി. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ 4/πm², ബാക്കി എന്തുണ്ട് x cos mx 0 to π. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെയും ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും, കാരണം എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 into സംതിങ് ദാറ്റ് ഈസ് 0. അപ്പൊ ഇവിടെ അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. ഇത്രയും വലിയ ഇന്റഗ്രൽ ചെയ്തപ്പോൾ അതിൽ ഒരു ടേമിന് അപ്പർ ലിമിറ്റ് മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ. ഓക്കെ, അല്ലാതെ ഇതെല്ലാം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ തെറ്റിപ്പോവും. അതുകൊണ്ട് 0 വരുന്ന ടേം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ അത് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ബാക്കി ടേം എഴുതുക. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ അപ്പർ ലിമിറ്റ് മാത്രമേ കൊടുക്കാനുള്ളൂ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി 4/πm² π ഇൻറ്റു കോസ് എം പൈ എന്ന് വരും അല്ലേ. പൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ബാക്കി എന്തുണ്ട് ദാറ്റ് ഈസ് 4/m² കോസ് എം പൈ. എന്താണ് കോസ് എം പൈ? -1 ഹോൾ പവർ m. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി, am കിട്ടി അല്ലേ, am കിട്ടി. നെക്സ്റ്റ് bm എന്ത് വരും, bm ഈക്വൽ ടു 1/p ഇന്റഗ്രൽ മൈനസ് a to b എന്ന് എഴുതാം. a to b f of x കോസ് സൈൻ m pi x divided by p into dx. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ദാറ്റ് ഈസ് 1/π മൈനസ് π to π. നെക്സ്റ്റ് x² ഇൻറ്റു സൈൻ mx ഇൻറ്റു dx. ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്, ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്. ഈവൻ ഇൻറ്റു ഓഡ് ദാറ്റ് ഈസ് ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ മൈനസ് π to π ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് 0 വരും. ഒന്നും ചെയ്യാനില്ല അല്ലേ. നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റ് എന്താ കിട്ടാൻ പോണത്, 0 ആണ്. അപ്പൊ റീസൺ നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് കിട്ടി അല്ലേ. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് നമുക്കറിയാം. ഇനി എന്താണ് എഫ് ഓഫ് എക്സ് ഉണ്ടായിരുന്നത്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ആയിരുന്നു. എവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓപ്പൺ ഇന്റർവെൽ π to π ആയിരുന്നു. ഇനി എന്താണ് a നോട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്, 2π² / 3 കിട്ടി. അതുപോലെ തന്നെ am നമുക്ക് എന്താ കിട്ടിയുള്ളത്, am ഈക്വൽ ടു 4/m² - 1 ഹോൾ പവർ m കിട്ടി അല്ലേ. അതുപോലെ തന്നെ bm ഈക്വൽ ടു 0 കിട്ടി. therefore നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f of x is equal to ഇതേ ഡിവൈഡ് ബൈ 2 വരും അല്ലേ, a നോട്ട് ഡിവൈഡ് ബൈ 2. അപ്പൊ a നോട്ട് ഡിവൈഡ് ബൈ 2 പറയുമ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്യാം അല്ലേ. ബാക്കി എന്തുണ്ട്, ദാറ്റ് ഈസ് π² ഡിവൈഡ് ബൈ 3 മാത്രം വരും അല്ലേ. ബാക്കി പ്ലസ് സിഗ്മ m ഈക്വൽ ടു 1 to infinity. ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, ലൈക്ക് bm 0 ആയതുകൊണ്ട് ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് 4/m² - 1 ഹോൾ പവർ m cos mx. m πx ഡിവൈഡ് ബൈ π ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ cos mx മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഫോറിയർ സീരീസ് റെപ്രസെന്റേഷൻ ഓഫ് ദി ഫംഗ്ഷൻ f of x is equal to x². x² ഫോറിയർ സീരീസ് റെപ്രസെന്റേഷൻ. ഇനി ഇതില് നമുക്ക് 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ഡെഡ്യൂസ് ചെയ്യാനാണ്. അഥവാ 1 - 1/2² പ്ലസ് 1/3² പ്ലസ് മൈനസ് ആൾട്ടർനേറ്റീവ് പ്ലസും മൈനസ് വരുന്നത് മൈനസ് 1/4² പ്ലസ് എക്സെട്ര. ദിസ് ഈക്വൽ ടു π² 12. രണ്ടാമത്തെ എന്തായിരുന്നു 1 + 1/2² പ്ലസ് 1/3² പ്ലസ് എക്സെട്ര. ദിസ് ഈക്വൽ ടു π² 6. ഓക്കെ, ഇനി എങ്ങനെ ഇത് രണ്ടും കണ്ടുപിടിക്കും? ഫസ്റ്റ് നമുക്ക് അറിയാം അല്ലേ, നമുക്ക് ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ മുതൽ എവിടെ വരെ ഡിഫൈൻ ചെയ്തത്, -π മുതൽ π വരെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് വരക്കാം. that is π, 2π, 3π, 4π etc. ഇവിടെ -π, -2π, -3π etc. π മുതൽ -π മുതൽ π വരെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്, x². ഇങ്ങനെയാണ്
ബാക്കി എല്ലാ ഇന്റർവെൽ ഇതേ ഫംഗ്ഷൻ തന്നെയാണ് ഇങ്ങനെ തന്നെ പോണത്. അഥവാ പീരിയോഡിക്കലിയാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇങ്ങനെയാണ് അപ്പൊ ഇതിലെ ഈ ഒരു ഇന്റർവെലത്തെ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ ബാക്കി ഏത് 2π പീരിയോഡിലും ഇത് തന്നെയാണ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് അതിന്റെ സ്കെച്ച്, എക്സ്റ്റൻഷൻ ഇതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഫംഗ്ഷനെ ഡെഡ്യൂസ് ചെയ്യാം. എങ്ങനെ ഡെഡ്യൂസ് ചെയ്യാം, ഈ തമ്മിലുള്ള സീരീസിനെ എങ്ങനെ ഡെഡ്യൂസ് ചെയ്യാം? നാം ഒന്നും കൂടി ഇവിടെ എഴുതാം. നമ്മൾ ഇവിടെ ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ എമ്മിന് ഓരോ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ താഴെ ഒന്നുകൂടി ഇവിടെ എഴുതി വെക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടിയ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം 3 അല്ലേ, പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 3, പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 3 പ്ലസ് പിന്നീട് സിഗ്മ m equal to 1 to infinity 4 divided by m square minus 1 whole power m cos mx ആയിരുന്നു അല്ലേ. അപ്പൊ ഈ 4നെ ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 4നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 3 പ്ലസ് 4 ഇൻറ്റു സിഗ്മ m equal to 1 to infinity minus 1 whole power m divided by m square cos mx. നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എമ്മിന് 1 2 3 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ വരും, ദാറ്റ് ഈസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 3 പ്ലസ് 4 ഇൻറ്റു പിന്നെ ബ്രാക്കറ്റിൽ 1 കൊടുത്ത് ഫസ്റ്റ് എമ്മിന് 1 കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് 1 ഡിവൈഡ് ബൈ 1 സ്ക്വയർ അല്ലേ, ദാറ്റ് ഈസ് കോസ് എക്സ്. അടുത്തത് മൈനസ് 1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് പ്ലസ് ആ വരിക അല്ലേ, 1 ഡിവൈഡ് ബൈ 2 സ്ക്വയർ ഇൻറ്റു കോസ് എം എക്സ് ദാറ്റ് ഈസ് കോസ് 2x. അടുത്ത എന്ത് വരും, മൈനസ് വരും, കാരണം മൈനസ് ഓൾ പവർ മൈനസ് 1 ഓൾ പവർ 3 വരും അല്ലേ, മൈനസ് 1 ഡിവൈഡ് ബൈ 3 സ്ക്വയർ കോസ് 3x പ്ലസ് എക്സെട്ര. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും അല്ലേ. ഞാൻ ഒന്നും കൂടി വൃത്തിയിൽ എഴുതാം, ദാറ്റ് ഈസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 3 പ്ലസ് 4 ഇൻറ്റു ഇവിടെ മൈനസ് 1 കോസ് എക്സ് ദാറ്റ് ഈസ് മൈനസ് കോസ് എക്സ് എന്ന് എഴുതാം, മൈനസ് കോസ് എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ 2 സ്ക്വയർ cos 2x minus 1 divided by 3 square cos 3x plus etc. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഓക്കെ, ഇനി എന്താണ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് നമുക്കറിയാം. എന്താണ് എഫ് ഓഫ് എക്സ്? എക്സ് സ്ക്വയർ ആയിരുന്നു അല്ലേ. ആ എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ്, അത് ഫൊറിയർ സീരീസ് ആണ്. ഫൊറിയർ സീരീസ് അതായത് ഈ എക്സ് സ്ക്വയറിനെ ഇൻ ടേംസ് ഓഫ് കോസിന്റെയും സൈനിന്റെയും ടേമിലേക്ക് മാറ്റി എഴുതിയതായത്. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സിന് എന്തൊക്കെ വാല്യൂസ് കൊടുക്കാം? ദാറ്റ് ഈസ് എവിടെ ഡിഫൈൻ ചെയ്തത്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, മൈനസ് പൈ മുതൽ പൈ വരെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിലത്തെ ഏത് വാല്യൂ കൊടുക്കാം. പക്ഷേ പൈ കൊടുക്കാൻ പറ്റുമോ? പൈയും മൈനസ് പൈയും കൊടുക്കാം, പക്ഷേ അതില് ഫംഗ്ഷന്റെ വാല്യൂ എന്താ ഡയറക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയാം. ഇനി ഈ ഗ്രാഫ് നോക്കിയിട്ട് ഇനിയാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൺവേർജൻസ് ഓഫ് ഫൊറിയർ സീരീസ്, ആ ടേം ഞാൻ പറയാൻ പോകുന്നത്. എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതാണ്. ഈ എക്സ് എന്തൊക്കെ ആവാം, മൈനസ് പൈ മുതൽ പൈയുടെ ഏത് വാല്യൂ കൊടുക്കാം, ഇതിന്റെ അടിയത്തെ ഏത് വാല്യൂ കൊടുക്കാം. കാരണം ഇതിന്റെ അടിയത്തെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ആ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. പക്ഷേ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അറ്റ് പൈയിലും അറ്റ് മൈനസ് പൈയിലും നമ്മൾ ഡയറക്റ്റ് എഴുതാൻ പറ്റൂല. അറ്റ് പൈയില് നമുക്ക് പൈ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റില്ല, കാരണം എഫ് ഓഫ് എക്സ് എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ. അപ്പൊ സീറോയിൽ എന്താണ്, സീറോ സ്ക്വയർ. നെക്സ്റ്റ് വണ്ണില്, ഇവിടെ വണ്ണിൽ എന്തായിരിക്കും, ദാറ്റ് ഈസ് 1 സ്ക്വയർ. പക്ഷെ പൈയില് ഡയറക്റ്റ് ആയിട്ട് പൈ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആണ്, ഇവിടെ കണ്ടിന്യൂസ് അല്ല. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ എൻഡ് പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, മൈനസ് പൈ ടു പൈ ഓപ്പൺ ഇന്റർവെല്ല. അപ്പൊ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്ത് എവിടെയാണ്, ഓപ്പൺ ഇന്റർവെല്ല. ഇവിടെ ഈ പൈ നമ്മുടെ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പൈ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കണ്ടെത്താം, അതിന്റെ വാല്യൂ കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം, ദാറ്റ് ഈസ് എഫ് ഓഫ് പൈ കണ്ടുപിടിക്കുന്നത് ഈ പൈ എന്ന വാല്യൂ ഉണ്ടല്ലോ, അതിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നോക്കാം. ഈ പൈയുടെ നേരെ ലെഫ്റ്റ് ലിമിറ്റ് എന്താണ്, ദാറ്റ് ഈസ് ഇതാണ് അല്ലെ, ഈ തൊട്ടു മുന്നത്തേതാണ്. റൈറ്റ് ലിമിറ്റ് അഥവാ പൈ എന്ന വാല്യൂടെ തൊട്ടിപ്പുറത്തുള്ള വാല്യൂ അതെന്താണ്, പൈ സ്ക്വയർ. ഓക്കെ, ഇത് കാരണം എക്സ് സ്ക്വയർ ആണ്. ഇതിന്റെ തൊട്ടിപ്പുറത്തെ വാല്യൂ എന്താണ്, പൈ സ്ക്വയർ. നെക്സ്റ്റ് ഇതിന് തൊട്ടിപ്പുറത്തെ വാല്യൂ അതും പൈ സ്ക്വയർ.
അപ്പോൾ എഫ് ഓഫ് മൈനസ് പൈ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൈ സ്ക്വയർ ആണ്. എഫ് ഓഫ് മൈനസ് പൈ അല്ല, എഫ് ഓഫ് പൈ മൈനസ് പറഞ്ഞാൽ പൈയുടെ ലെഫ്റ്റ് ലിമിറ്റ്. എഫ് ഓഫ് പൈ പ്ലസ് പറഞ്ഞു കഴിഞ്ഞാലോ അതിന്റെ റൈറ്റ് ലിമിറ്റ്, അതും എന്താണ് പൈ സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് അതിന്റെ ആവറേജ് എടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക എഫ് ഓഫ് പൈ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എഫ് ഓഫ് പൈ എന്തായിരിക്കും, ഇത് രണ്ടും ആഡ് ചെയ്യാം, ദാറ്റ് ഈസ് പൈ സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ, ദാറ്റ് ഈസ് 2 പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2 വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പൈ സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ അറ്റ് പൈയിൽ പൈ സ്ക്വയർ. പക്ഷെ എപ്പോഴും ശരിയാവണമെന്നില്ല. ഇവിടെ നമ്മൾ ഡയറക്റ്റ് പൈ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ശരിയാണ് അല്ലേ. പക്ഷെ എപ്പോഴും ഇത് ശരിയാവണില്ല. ഈ രീതിയിൽ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ബുക്കിൽ. എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായി മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്, നമുക്ക് തന്നിട്ടുള്ള സീരീസ് ഡെഡ്യൂസ് ചെയ്യണം. ഏതായിരുന്നു സീരീസ്, നമ്മുടെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ സീരീസ് ഡെഡ്യൂസ് ചെയ്യണം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇഷ്ടമുള്ള വാല്യൂ നമ്മൾ എഫ് ഓഫ് എക്സിൽ ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അപ്പൊ എക്സ് ഈക്വൽ ടു നമുക്ക് 0 കൊടുത്തു നോക്കാം. എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ 0 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. കാരണം എന്താ 0 കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് 0 എഫ് ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിന് 0 കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ എന്താ എക്സ് ഈക്വൽ ടു 0 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്, ഈ ഭാഗത്ത് എഫ് ഓഫ് എക്സ് ആട്ടോ. ഇത് എഫ് ഓഫ് എക്സ് ആണ്. ആ എഫ് ഓഫ് എക്സ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേന്നുള്ളൂ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്തായി 0 സ്ക്വയർ ആയി അല്ലേ. 0 സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 ഈക്വൽ ടു ഇവിടെ എന്ത് വരും, പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 3 പ്ലസ് 4 ഇൻറ്റു നെക്സ്റ്റ് ഇവിടെ എന്ത് വരും മൈനസ് അല്ലെ കോസ് 0. ഇവിടെ കോസ് 0 ഇതൊക്കെ അധികം 0 വരും. കോസ് 0 എല്ലാം 1 അല്ലേ. ദാറ്റ് ഈസ് -1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ 3 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 4 സ്ക്വയർ പ്ലസ് മൈനസ് എക്സെട്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പൈ സ്ക്വയറിനെ ഇങ്ങോട്ട് എടുക്കാം. പൈ സ്ക്വയറിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി, ദാറ്റ് ഈസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 3 മൈനസ് വരും അല്ലേ. ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് വരും. ദാറ്റ് ഈക്വൽ ടു 4 ഇൻറ്റു 4 ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. -1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ 3 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 4 സ്ക്വയർ മൈനസ് എക്സെട്ര. ഓക്കെ, ഞാൻ ഈ 4നെയും ഇങ്ങോട്ട് എടുക്കാൻ പോവാം. ദാറ്റ്സ് ഈക്വൽ ടു എന്തായി മൈനസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 12 ആയി അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും -1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 സ്ക്വയർ നെക്സ്റ്റ് മൈനസ് 1 ഡിവൈഡ് ബൈ 3 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 4 സ്ക്വയർ മൈനസ് എക്സെട്ര അല്ലേ. ഞാൻ ഈ മൈനസിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 12 അല്ലേ വേണ്ടത്. മൈനസ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി, ദാറ്റ് ഈസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 12 ഈക്വൽ ടു മൈനസ് ഓഫ് ദിസ് വരും അല്ലേ. മൈനസിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ -1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ 3 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 4 സ്ക്വയർ മൈനസ് എക്സെട്ര ആകും അല്ലേ. മൈനസ് ഭാഗത്തോട്ട് വിളിച്ചു കഴിഞ്ഞാൽ എന്തായി, ദാറ്റ്സ് ഈക്വൽ ടു 1. that implies 1 minus 1 divided by 2 square plus 1 divided by 3 square minus 1 divided by 4 square plus etc. This equal to pi square divided by 12. അല്ലേ, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. എക്സ് ഈക്വൽ ടു എന്ത് കൊടുത്തു, എക്സ് ഈക്വൽ ടു 0 കൊടുത്തു. ഓക്കെ, ഇനി ഒന്നും കൂടി ഉണ്ട്. ഇതാണ് നമുക്ക് ഒന്നാമത്തെ തന്നിട്ടുണ്ടായിരുന്ന സീരീസ്. ഒന്നാമതായിട്ട് നമുക്ക് തന്നിട്ടുള്ള സീരീസ് ഇതായിരുന്നു, പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 12 ആയിരുന്നു. ഇനി രണ്ടാമത് കണ്ടെത്തണം, രണ്ടാമത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിന് എന്ത് കൊടുത്തേ, ഒന്നാമത് ചെയ്തപ്പോൾ എക്സിന് 0 കൊടുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടി. ഞാൻ ആ സീരീസ് ഒന്നും കൂടി എഴുതാം. ആ സീരീസ് ഞാൻ എഫ് ഓഫ് എക്സ് ഒന്നും കൂടി എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 3 പ്ലസ് 4 ഇൻറ്റു ബാക്കി എന്തായിരുന്നു കോസ് എക്സ് പ്ലസ് കോസ് 2x ഡിവൈഡ് ബൈ 4 മൈനസ് കോസ് 3x ഡിവൈഡ് ബൈ 9 പ്ലസ് എക്സെട്ര. വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം, 2 സ്ക്വയർ 3 സ്ക്വയർ എന്ന് തന്നെ എഴുതാം. ദാറ്റ് ഈസ് 2 സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് എക്സെട്ര ഇങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഇനി ഏത് സീരീസ് നമുക്ക് ഡെഡ്യൂസ് ചെയ്യണത്, നമുക്ക് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 3 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 4 സ്ക്വയർ പ്ലസ് എക്സെട്ര ദിസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 6 കിട്ടണം. അപ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കാം, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു. നമ്മൾ ഗ്രാഫ് ഒന്നും കൂടി വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലേ, ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് -π മുതൽ π വരെ. ഇതിന്റെ അടിയത്തെ ഏത് വാല്യൂ പ്രശ്നമല്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. -πയും πയും നമ്മൾ കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അതിന്റെ രണ്ടിന്റെയും ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നോക്കിയിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇത് കിട്ടണമെങ്കിൽ ഇനി ഏത് വാല്യൂ കൊടുക്കാം, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു π കൊടുത്തു നോക്കാം.
എക്സ് ഈക്വൽ ടു പൈ കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു പൈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡ് പോയിന്റ് അല്ലെ. അപ്പൊ ഇതിന്റെ തൊട്ട് മുന്നിൽ ഇവിടെ ഇങ്ങനെ ഗ്രാഫ് വരുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ തൊട്ട് രണ്ടിന്റെയും ആവറേജ്, ഇതിന്റെ ലെഫ്റ്റ് ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ പൈ സ്ക്വയർ, ഇതിന്റെ റൈറ്റ് ലിമിറ്റ് നോക്കി കഴിഞ്ഞാലും പൈ സ്ക്വയർ. അപ്പോൾ റൈറ്റ് ലിമിറ്റ് ഇതാണ് എന്ത്? എക്സ് വൈ ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ എക്സിന്റെ ഈ പൈയുടെ തൊട്ടിപ്പുറത്തെ വാല്യൂ എന്തായിരിക്കും? പൈ സ്ക്വയർ ആയിരിക്കും. ഇതിന്റെ തൊട്ടിപ്പുറത്തെ വാല്യൂ അതും പൈ സ്ക്വയർ ആയിരിക്കും. കാരണം എന്താ? ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ പൈയുടെ ഈ രണ്ട് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ എന്താ? രണ്ടും പൈ സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് പൈ എന്ത് വരും? ദാറ്റ് ഈസ് എഫ് ഓഫ് പൈ. എഫ് ഓഫ് പൈ പറഞ്ഞാൽ പൈ സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2. എപ്പോഴാണ് ഇത് കണ്ടുപിടിക്കുക? ഇവിടെ എൻഡ് പോയിന്റിലേക്ക് വരുമ്പോഴാണ്, അഥവാ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂറ്റ് ആയിട്ടുള്ള പോയിന്റിലാണ് നമ്മൾ ഈ രീതിയിൽ കണ്ടുപിടിക്കുന്നത്. അതാണ് കൺവേർജൻസ് ഓഫ് ദി ഫോറിയർ സീരീസ് പറഞ്ഞ ടോപ്പിക് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ദാറ്റ്സ് ഈക്വൽ ടു 2 പൈ സ്ക്വയർ ഡിവൈഡ് ബൈ പൈ സ്ക്വയർ. സോറി 2 പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് പൈ എക്സ് ഈക്വൽ ടു പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് എഫ് ഓഫ് പൈ കിട്ടിയത്? ദാറ്റ് ഈസ് എഫ് ഓഫ് പൈ ഈക്വൽ ടു പൈ സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ് ഈക്വൽ ടു ഇതിൽ കംപ്ലീറ്റ് കൊടുത്തു നോക്കാം. ദാറ്റ് ഈസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 3 പ്ലസ് നെക്സ്റ്റ് 4 ഇൻറ്റു ഇവിടെ മൈനസ് എന്താണ് കോസ് പൈ ഈക്വൽ ടു -1 അല്ലേ. കോസ് പൈ ഈക്വൽ ടു -1, കോസ് 2 പൈ ഈക്വൽ ടു 1 അല്ലേ. ഇങ്ങനെ വരിക. ദാറ്റ് ഈസ് പൈ ബൈ 2 പൈ 3 പൈ ബൈ 2 2 പൈ ഇങ്ങനെ വരിക അല്ലേ. ഫംഗ്ഷന്റെ വാല്യൂ ഇങ്ങനെ വരും. ഫസ്റ്റ് -1, അടുത്ത 2 പൈ വരുമ്പോൾ 1, പിന്നെ അങ്ങനെ സൈന് ചേഞ്ച് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ കോസ് പൈ -1 ആണ്. ദാറ്റ് ഈസ് -1. അടുത്ത ഇവിടെ കോസ് 2 പൈ +1, ദാറ്റ് ഈസ് +1 ഡിവൈഡ് ബൈ 2 സ്ക്വയർ. അടുത്തത് കോസ് 3 പൈയോ -1, ദാറ്റ് ഈസ് -1 ഡിവൈഡ് ബൈ 3 സ്ക്വയർ പ്ലസ് എക്സെട്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പൈ സ്ക്വയർ ഈക്വൽ ടു പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 3 പ്ലസ് 4 ഇൻറ്റു ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും? 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 3 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 4 ഇൻറ്റു ഈ സീരീസ് അല്ലേ 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 3 സ്ക്വയർ പ്ലസ് എക്സെട്ര. That is this equal to on the cross multiply ചെയ്യാൻ 3 pi square minus pi square, that is 2 pi square divided by 3. This equal to pi square 3 pi square 2 pi square. Okay, 2 pi square divided by 3 equal to 4 into 1 plus 1 divided by 2 square plus 1 divided by 3 square plus etc. That is this equal to 2 divided by 12 3 into that is 12 pi square equal to 1 plus 1 divided by 2 square plus 1 divided by 3 square plus 1 divided by 4 square plus etc. That is 2 to നമുക്ക് cancel ചെയ്യാം അല്ലേ. That is ഇതിലെ 2 നമുക്ക് എന്ത് ചെയ്യാം? cancel ചെയ്യാം. That implies 1 plus 1 divided by 2 square plus 1 divided by 3 square plus 1 divided by 4 square plus etc. This equal to pi square divided by 6. ഇതാണ് കംപ്ലീറ്റ് ആൻസർ. അപ്പോൾ ഈ ചെറിയൊരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡെഡ്യൂസ് ദാറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എക്സിന് എന്ത് വാല്യൂ കൊടുക്കുന്നോ അവിടെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിന്റെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റിന്റെയും ആവറേജ് ആണ് എഫ് ഓഫ് എക്സിന് കൊടുക്കേണ്ടത്. ഓക്കെ, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, obtain Fourier series for the function given below, that is f of x is equal to 0 minus pi less than x less than 0 and 5x equal to 0 and 1 divided by 4 pi x 0 less than x less than pi. Okay, and deduce that 1 divided by 1 square plus 1 divided by 3 square plus 1 divided by 5 square plus etc. This equal to pi square divided by 8. ഇത് തൊട്ടുമുന്നേ നമ്മൾ ഡെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സീരീസ് വെച്ചുകൊണ്ട് ഈ തന്നിട്ടുള്ള ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് വെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഇത് തെളിയിക്കണം. എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് എന്ത് ചെയ്യാം? ഫോറിയർ സീരീസ് ചെയ്താൽ ഈ ഫോറിയർ സീരീസ് ചെറിയൊരു പ്രത്യേകത ഉണ്ട്.
ഫസ്റ്റ് ഈ ഇന്റർവെൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം -π മുതൽ 0 വരെ എന്താണ് 0 ആണ്. പിന്നെ അറ്റ് എക്സ് ഈക്വൽ ടു 0 5 ആണ്. അത് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒരു പോയിന്റിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചെറിയൊരു ഇന്റർവെൽ ഉണ്ടെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, കാരണം ഇവിടെ 0 ആണ്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു പോയിന്റിലാണ്, എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ അവിടെ നമ്മൾ ഇന്റഗ്രലിന്റെ വാല്യൂ ഒന്നും കൊടുക്കാൻ പോണില്ല. ഓക്കെ ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ഡെഫിനിഷൻ കംപ്ലീറ്റ് ചെയ്താം. ദാറ്റ് ഈസ് സൊല്യൂഷൻ f of x എന്താണ്, f of x is equal to a naught divided by 2 plus sigma m equal to 1 to infinity. Next a m cos m pi x divided by p plus b m sin m pi x divided by p. ഓക്കെ, ഇതാണ് ഡെഫിനിഷൻ. a naught എഴുതാം. എന്താണ് a naught? a naught equal to 1 divided by p integral a to b f of x dx. That's equal to എന്താണ് p? p പറഞ്ഞ ഇന്റർവെൽ ലെങ്ത് നോക്ക്, -π മുതൽ π വരെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ p എന്താണ്? p ഈക്വൽ ടു π. ദാറ്റ്സ് ഈക്വൽ ടു 1/π ഇന്റഗ്രൽ -π to π f of x dx ചെയ്തു അല്ലേ. അപ്പൊ നമ്മൾ ഓരോ ഇന്റഗ്രലിൽ ഒരു ഇന്റർവെൽ എടുക്കുമ്പോൾ 1/π, നെക്സ്റ്റ് -π to 0, ഫംഗ്ഷന്റെ വാല്യൂ എന്താ 0, ഇന്റഗ്രേറ്റിന്റെ ആവശ്യമില്ല. അടുത്തത് എന്താണ് 1/π 0 to അല്ലെങ്കിൽ 0 to 0 എന്ന് എഴുതേണ്ടി വരും അല്ലേ, കാരണം 0 മുതൽ അറ്റ് എക്സ് ഈക്വൽ ടു 0 5 ആണ്. അപ്പൊ 0 to 0 എഴുതേണ്ടി വരും. അതും അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇന്റഗ്രേറ്റിന്റെ ആവശ്യമില്ല, ഇവിടെ 0 വന്നുകൊണ്ട് ഇതിന്റെ ഇന്റഗ്രൽ 0 ആണ്. പിന്നെ ഇത് ഒരു പോയിന്റിലാണ് ഡിഫൈൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഇതും ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, 1/π ഇന്റഗ്രൽ 0 to π, ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് 1/4 π വരുന്നു, 1/4 4π അല്ലെ, 1/4 π x dx. വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഇവിടെ π ആൾറെഡി ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്, 1/4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 0 to π x dx. ദാറ്റ്സ് ഈക്വൽ ടു 1/4 x സ്ക്വയർ ഡിവൈഡ് ബൈ 2, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 to π എന്ന് എഴുതാം. ഇവിടെ ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം 0 ആണ്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1/8 π സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇതാണ് a നോട്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എന്താണ് a m ഈക്വൽ ടു തൊട്ട് മുന്നത്തെ പോലെ 1/p a to b f of x cos m x വരും അല്ലേ, m pi x, that is p ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ mx dx വരും. that is this equal to 1/π ഇന്റഗ്രൽ തൊട്ട് മുന്നത്തെ റീസൺ കൊണ്ട് എവിടെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, 0 to π മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. ബാക്കി എന്തുണ്ട്, f of x 1/4 എന്തായിരുന്നു f of x π x അല്ലേ, 1/4 π x cos mx മാത്രമേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം ചെയ്ത് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ പോവുള്ളൂ. ക്ലാസ് മാത്രം കേട്ട് മനസ്സിലാക്കരുത്, സ്വന്തമായിട്ട് എഴുതുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുന്നതും അതുപോലെ തന്നെ കൺഫ്യൂഷൻ മാറുള്ളൂ. ദാറ്റ് ഈസ് 1/4 0 to π cos x into cos mx dx അല്ലേ. ഇതിനെ ഇനി വളരെ സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 1/4 നെക്സ്റ്റ് x ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ദാറ്റ് ഈസ് sin mx ഡിവൈഡ് ബൈ m. ബാക്കി -1 ഇൻറ്റു -cos mx ഡിവൈഡ് ബൈ m സ്ക്വയർ, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും 0 to π. ഇവിടെ നോക്കി ലിമിറ്റ് കൊടുക്കുന്ന മുന്നേ ഈ ഒരു ടേം നോക്കി, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും, കാരണം sin m π വരും. sin m π m ഇൻഡിജർ ആണ്, therefore അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 0 വരും, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ അപ്പോഴും ഇത് 0 വരും. അപ്പൊ ഈ ടേം നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത സ്റ്റെപ്പില് 1/4 ബാക്കി എന്തുണ്ട്, മൈനസ് പ്ലസ് ആയി, ബാക്കി cos mx ഡിവൈഡ് ബൈ m സ്ക്വയർ, അതിന് മാത്രം അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി. ഈ m സ്ക്വയർ നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലെ, 1/4 m സ്ക്വയർ, ബാക്കി എന്തുണ്ട് cos mx 0 to π എന്ന് എഴുതാം. ഓക്കെ, ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം, കാരണം 0 കൊടുത്തു കഴിഞ്ഞാൽ 1 വരും, π കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നോൺ 0 വരും അല്ലെ. ദാറ്റ് ഈസ് 1/4 m സ്ക്വയർ -1 ഹോൾ പവർ അല്ലെ, cos m π പറഞ്ഞാൽ എന്താ, -1 ഹോൾ പവർ m -1. ഇതാണ് എന്ത് am അല്ലെ. തെറ്റിക്കാതെ ചെയ്യുക, മാക്സിമം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് നോക്കിയിട്ട് സ്വന്തമായിട്ട് പെട്ടെന്ന് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, വീഡിയോ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് കാണുകയും ചെയ്യാം. ഓക്കെ, സമയം ഇല്ലാത്തത് കൊണ്ട്. നെക്സ്റ്റ് ബി എം നമുക്ക് ഇതേപോലെ ഇവാലുവേറ്റ് ചെയ്യാം. 1/p ഇന്റഗ്രൽ a to b f of x sin m pi x ഡിവൈഡ് ബൈ p into dx. ഇവിടെ
ഓക്കെ, ഇവിടെ പി ഈക്വൽ ടു എന്തായിരുന്നു? പി ഈക്വൽ ടു പൈ ആയിരുന്നു. പി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/π. തൊട്ട് മുന്നത്തെ റീസൺ കൊണ്ട് 0 to π മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 1/4πx. ബാക്കി സൈൻ എം എക്സ് ഇൻറ്റു ഡി എക്സ് അല്ലേ? പൈ വീണ്ടും ക്യാൻസൽ ചെയ്യാം. എന്ത് വരും? ദാറ്റ് ഈസ് 1/4 ഇന്റഗ്രൽ 0 to π x ഇൻറ്റു സൈൻ എം എക്സ് ഡി എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. Okay, that is this equal to 1/4 x into integrate ചെയ്യാം. First function into integral second, that is minus cos mx divided by m minus 1 into minus sin mx divided by m square 0 to π. ഇവിടെയും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം 0 ആയി പോകും അല്ലേ? Therefore ഇവിടെ മാത്രം ഫസ്റ്റ് ടേമിന് മാത്രം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. Therefore അതൊന്നുകൂടി റീറൈറ്റ് ചെയ്യാം. -1 ആണെങ്കിൽ പുറത്തേക്ക് എഴുതാം, എമ്മിനെയും പുറത്തേക്ക് എഴുതാം. ദാറ്റ് ഈസ് -1 divided by 4m x into cos mx മാത്രമേ ഉള്ളൂ. അതിന് 0 to π അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇവിടെയും ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം x 0 ആണ് കൊടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് 0 ആയി പോകും. ബാക്കി എന്ത് വരും? -1 divided by 4m π into -1 whole power m. ഒരു മൈനസ് പുറത്തുണ്ട് അല്ലേ? -1 എത്ര ടൈം ഉണ്ട് ഇവിടെ? -1 m ടൈം ഉണ്ട്. അതിന്റെ കൂടെ പുറത്തൊരു -1 ഉണ്ട്. Therefore ടോട്ടൽ എത്രയാണ്? -1 whole power m ഇവിടെ ഉണ്ട്. അതിന്റെ ഈ ഒന്നും കൂടി കൂട്ടി കഴിഞ്ഞാൽ, ഈ -1 കൂടി കൂട്ടി കഴിഞ്ഞാൽ m + 1 ടൈംസ് ചെയ്താൽ ദാറ്റ് ഈസ് π divided by 4m -1 whole power m + 1. എല്ലാം കിട്ടി അല്ലേ? എല്ലാം നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് എ നോട്ട് കിട്ടി. ഞാൻ കംപ്ലീറ്റ് ഒന്ന് എഴുതാം. എ നോട്ട് നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്? എ നോട്ട് ഈക്വൽ ടു π² / 8 കിട്ടി അല്ലേ? അതുപോലെ തന്നെ എ എം എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്? എ എം ദാറ്റ് ഈസ് 1 divided by 4m² -1 whole power m -1 കിട്ടി അല്ലേ? അതുപോലെ തന്നെ ബി എം നമുക്ക് എന്താ കിട്ടിയേ? -1 whole power m + 1 π divided by 4m കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is f of x is equal to a naught divided by 2 അല്ലേ? ഇതേ divided by 2 that is equal to 16 വരും അല്ലേ? That is π² divided by 16 വരും. Plus sigma m equal to 1 to infinity. Next എന്താണ്? am 1 divided by 4m² -1 whole power m -1 whole power m -1 cos mx plus അടുത്തത് bm -1 whole power m + 1 π divided by 4m sin mx വരും അല്ലേ? ഇനി എമ്മിന് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് കൊടുക്കാം. എമ്മിന് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു π² divided by 16 plus sigma m equal to 1 to infinity. Next 1 divided by 4m². എമ്മിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ -1 whole power 1 -1. അപ്പോൾ എമ്മിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ -1 വരും. എമ്മിന് 2 കൊടുത്തു കഴിഞ്ഞാലോ 0 വരും. എമ്മിന് 3 കൊടുത്തു കഴിഞ്ഞാലോ എഗെയിൻ -1 വരും. എമ്മിന് 4 കൊടുത്തു കഴിഞ്ഞാലോ എഗെയിൻ ഈ ടേം ആണ് ഞാൻ പറയുന്നത്, ഈ ടേം 0 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ എഴുതാം? ഇതിനെ കംപ്ലീറ്റ് സിഗ്മ കൊടുത്തു കഴിഞ്ഞാൽ, സിഗ്മ കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്താ വരിക? ബ്രാക്കറ്റിൽ തന്നെ എഴുതാം. ദാറ്റ് ഈസ് 4 divided by 1/4 cos x അല്ലേ? അടുത്തത് 0 വരും, എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത് നമ്മൾ ഏതാ കൊടുക്കുന്നത്? 3 ആ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ദിസ് പ്ലസ് 1/4 into 3² അല്ലേ? ബാക്കി cos 3x. എമ്മിന് ഓക്കെ, എമ്മിന് 1 കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ -2 വരും അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ -2 എഴുതാൻ പോവാ. -2 എവിടെയും എന്ത് വരും? -2 വരും അല്ലേ? cos 3x. അടുത്തത് എമ്മിന് 5 കൊടുത്തു കഴിഞ്ഞാലോ -2 into cos 5x divided by 4 into 5². ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു പോകും അല്ലേ? അടുത്ത ഈ ടേം എങ്ങനെ ആയിരിക്കും? ഈ ടേം പ്ലസ് ഈ ടേം എങ്ങനെ ആയിരിക്കും? എമ്മിന് 1 കൊടുത്തു കഴിഞ്ഞാൽ -1 whole square. അപ്പോൾ 1 അല്ലേ? 1 divided by 4. നെക്സ്റ്റ് വേണമെങ്കിൽ ഇവിടെ 4 പുറത്തേക്ക് എടുക്കാം, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എടുക്കാം. ദാറ്റ് ഈസ് 1 divided by 4 π into sin x. അടുത്ത ടേം എന്ത് വരും? അടുത്ത ടേം എമ്മിന് 2 കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് വരും അല്ലേ? -1 divided by 4 into 2 π into sin 2x.
അടുത്ത ടേമോ പ്ലസ് വരും അല്ലേ 1/4 into 3 pi sin 3x. നമുക്ക് എന്ത് ചെയ്യാം ഈ 4 1/4 പുറത്തേക്ക് എടുക്കാം. കോമൺ ടേമിനൊക്കെ നിങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് എടുത്ത് എഴുതണം, അല്ലെങ്കിൽ അത് മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 1/4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്താണ് -2 cos x അല്ലേ. നെക്സ്റ്റ് -2 cos 3x divided by 3 square അല്ലേ. അടുത്തതോ -2 വേണമെങ്കിൽ അവിടെ പ്ലസ് എഴുതാം കേട്ടോ, അവിടെ മൈനസ് എഴുതി കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ മൈനസ് സെൻട്രൽ എഴുതി പോവാം. മൈനസ് കോസ് 5x ഡിവൈഡ് ബൈ 5 സ്ക്വയർ മൈനസ് എക്സെട്ര. ഇവിടെ എന്ത് വരും പ്ലസ് പൈ സൈൻ എക്സ് മൈനസ് പൈ കോസ് എക്സ് സൈൻ 2x divided by 2. നെക്സ്റ്റ് പ്ലസ് pi sin 3x divided by 3 അല്ലേ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ദിസ്. സ്വന്തമായിട്ട് എഴുതുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട് എന്ന് വിചാരിക്കണേ. അപ്പോൾ സ്വന്തമായിട്ട് എഴുതുമ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് എഴുതി പോയാൽ മതി. ദാറ്റ് ഈസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 16. ഇവിടെ എന്ത് വരും ഇതാണ് അല്ലേ. വേണമെങ്കിൽ -2 നമുക്ക് -2 ഇവിടുന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം, ഇവിടെ പൈനെയും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് 1/4 ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് -2 ഇൻറ്റു എന്ത് എഴുതാം കോസ് എക്സ്, അടുത്തത് പ്ലസ് കോസ് 3x ഡിവൈഡ് ബൈ 3 സ്ക്വയർ, അടുത്തത് കോസ് 5x ഡിവൈഡ് ബൈ 5 സ്ക്വയർ പ്ലസ് എക്സെട്ര അല്ലേ. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ പ്ലസ് പൈ ഇൻറ്റു ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം സൈൻ എക്സ് മൈനസ് സൈൻ 2x divided by 2 plus sin 3x divided by 3 minus etc. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് എന്താ തെളിയിക്കേണ്ടത് ഡെഡ്യൂസ് ചെയ്യണം അല്ലേ. 1 divided by 2 square 1 square plus 1 divided by 3 square plus 1 divided by 5 square plus etc. this equal to pi square divided by 80 എന്ന് കിട്ടണം. pi square divided by 80 വരും. അപ്പോൾ നിങ്ങൾ കൊടുത്തു നോക്കുക ഏതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് തന്നിട്ടുള്ള ഇന്റർവെല്ലില് എന്തായിരുന്നു ഫംഗ്ഷൻ എന്തായിരുന്നു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0, അതുപോലെ തന്നെ 5 അറ്റ് എക്സ് ഈക്വൽ ടു 0, അതുപോലെ തന്നെ 1 ഡിവൈഡ് ബൈ 4 പൈ എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ആണ് അല്ലേ. ഇതൊന്ന് വരച്ച് നോക്കി, ഈ ഫംഗ്ഷൻ നിങ്ങളൊന്ന് വരച്ച് നോക്ക്. ഇതൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ ഫംഗ്ഷൻ വരച്ചു നമുക്ക് എവിടെ മുതൽ എവിടെ വരെ ഡിഫൈൻ ചെയ്യുന്നത് -π മുതൽ പൈ വരെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. -π മുതൽ 0 വരെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. ഇത് തന്നെയാണ്, ഇതിന്റെ മുകളിൽ കൂടി തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി 0 എന്താണ് ഫംഗ്ഷന്റെ വാല്യൂ 5, ദാറ്റ് ഈസ് 1 2 3 4 5 ഫംഗ്ഷന്റെ വാല്യൂ 5. ഇനി മറ്റെന്താണ് 1/4 πx, അതെന്താ ഒരു ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ 1/4 πx അല്ലേ. സം കോൺസ്റ്റന്റ് ഇൻറ്റു 1π/4 പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് അല്ലേ. അപ്പോൾ എന്താണ് y ഈക്വൽ ടു എക്സ്, ഇങ്ങനെ y ഈക്വൽ ടു 2x ഇതൊന്നും കൂടി സ്ലോപ്പ് ഉണ്ടാവുന്നുള്ളൂ, y ഈക്വൽ ടു 3x ഒന്നും കൂടി സ്ലോപ്പ് ഉണ്ടാവുന്നുള്ളൂ അല്ലേ. ഇങ്ങോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ π/4 പറഞ്ഞു കഴിഞ്ഞാലോ എന്തായാലും ഇതേപോലത്തെ ഇങ്ങോട്ടോ ഒന്നെങ്കിൽ ഈ y ഈക്വൽ ടു ഈ ഒരു ലൈന് ഒന്നെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, എന്തായാലും ഇങ്ങനത്തെ ഒരു ലൈൻ ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഏത് വാല്യൂ കൊടുക്കും ഈ സീരീസ് കിട്ടണമെങ്കിൽ എഫ് ഓഫ് എക്സ് നമുക്ക് ഈ സീരീസ് കിട്ടണമെങ്കിൽ ഏത് വാല്യൂ കൊടുക്കുക, അതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. എക്സിന് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ സീരീസ് കിട്ടുക, അത് നിങ്ങൾ കൊടുത്തു നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ എക്സിന് ഇത് കംപ്ലീറ്റ് പോകാൻ പറ്റുമോ, കോസിന്റെ ടേം കംപ്ലീറ്റ് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് രണ്ടും കംപ്ലീറ്റ് പോകാൻ പറ്റില്ല. അപ്പൊ എക്സ് ഈക്വൽ ടു ഇവിടെ എന്താ കൊടുക്കാൻ പറ്റുള്ളൂ, എക്സ് ഈക്വൽ ടു എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു 0 കൊടുത്തു നോക്കുക ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എക്സ് ഇസ് ഈക്വൽ ടു π/2 കൊടുത്തു നോക്കാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന വാല്യൂസ് കൊടുത്തു നോക്കാം. എക്സ് ഈക്വൽ ടു 0 കൊടുത്തു നോക്കാം. എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു 0, that is f of x എന്താണ് f of x ഇതാണ് അല്ലേ. അപ്പൊ ഈ സീരീസിൽ ഇതാണ് f of x. പക്ഷേ x is equal to 0 പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ 5 ആണ് അല്ലേ, x equal to 0. പക്ഷെ അത് ഇവിടെ എഴുതാൻ പറ്റില്ല, കാരണം എന്താ ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി വന്നിട്ടുണ്ട്. 5ന്റെ തൊട്ടിപ്പുറത്തി ലെഫ്റ്റ് ലിമിറ്റിന്റെയും റൈറ്റ് ലിമിറ്റിന്റെയും ആവറേജ് ആണ് നമ്മൾ എടുക്കുക, അല്ലാതെ 5 അല്ല.
അപ്പോൾ ഈ സീരീസ് ഏതിലേക്ക് കൺവേ ചെയ്യുക? അറ്റ് എക്സ് ഈക്വൽ ടു 5 എങ്ങോട്ടാണ് കൺവേ ചെയ്യുക? ഈ 5ന്റെ ലെഫ്റ്റ് ലിമിറ്റ് ഏതാണ്? ലെഫ്റ്റ് ലിമിറ്റ് ഇതിന്റെ തൊട്ടിപ്പുറത്തെ വാല്യൂ ഏതാണ്? ദാറ്റ് ഈസ് 0 ആണ്. 5ന്റെ റൈറ്റ് ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ അതിന്റെ തൊട്ടിപ്പുറത്തെ വാല്യൂ അതും എന്താണ്? 0 ആണ് അല്ലെ. ഇത് ഇങ്ങനെ ഇങ്ങോട്ടും ഇവിടെ ഒരു ഹോൾ ആണ്. ഈ ഹോൾ ആണ് ഇവിടെ 5. ഈ 5ന്റെ ലെഫ്റ്റ് ലിമിറ്റ് നോക്കി കഴിഞ്ഞാലും 0 ആണ്, റൈറ്റ് ലിമിറ്റ് നോക്കി കഴിഞ്ഞാലും 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ? എഫ് ഓഫ് 5 നോക്കി കഴിഞ്ഞാൽ ഈ സീരീസിന്റെ എഫ് ഓഫ് 5 നോക്കി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നോക്കാം? ഈ എഫ് ഓഫ് 5ന്റെ ലെഫ്റ്റ് ലിമിറ്റ് എഫ് ഓഫ് 5 അല്ല 0 അല്ലെ. x equal to 0 ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് 0 നോക്കിക്കഴിഞ്ഞാൽ എന്ത്? 0യുടെ ലെഫ്റ്റ് ലിമിറ്റും 0യുടെ റൈറ്റ് ലിമിറ്റും ആഡ് ചെയ്ത് അതിന്റെ ബൈ 2 ആവറേജ്. ദാറ്റ് ഈസ് 0 പ്ലസ് 0 ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 0. അല്ലാതെ 5 അല്ല എഴുതുക. കാരണം 5ല് നമ്മുടെ ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂറ്റിയാണ്, കണ്ടിന്യൂസ് അല്ല. ഇവിടെ ഇങ്ങനെ പോന്നിട്ട് പിന്നെ ഇങ്ങോട്ടൊന്ന് ജമ്പ് ഒന്ന് ചാടിയിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് എഫ് ഓഫ് 0 പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരീസിൽ എഴുതുമ്പോൾ അത് എഫ് ഓഫ് 0 എന്താണ്? 5 അല്ല, 5ന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റിന്റെയും ആവറേജ് ആണ്. ദാറ്റ് ഈസ് 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അറ്റ് എക്സ് ഈക്വൽ ടു 0 ചെക്ക് ചെയ്യാം. എക്സ് ഈക്വൽ ടു 0 നമ്മൾ എന്താ ചെയ്യണത്? എഫ് ഓഫ് 0 എന്താ കിട്ടിയേ? 0. ദാറ്റ് ഈസ് 0 ഈക്വൽ ടു പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 16 പ്ലസ് 1/4 മൈനസ് 2 ഇൻറ്റു ഇതെന്ത് വരും? 0 സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ഇവിടെ 1 പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 1/5 സ്ക്വയർ പ്ലസ് എക്സെട്ര അല്ലെ. ഈ ടേം കംപ്ലീറ്റ് 0 വരും. കാരണം സൈൻ 0 ഇതെല്ലാം 0 ആണ്. അപ്പൊ ഇത്രേ ഉണ്ടാവുള്ളൂ അല്ലെ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് എഴുതിക്കൂടെ? ഇതിനെ ഇങ്ങോട്ട് എഴുതി ഞാൻ ഇതെല്ലാം ഒന്ന് റേസ് ചെയ്യണം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ദാറ്റ് ഈസ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം ശരിക്കും ആ ഫോറിയർ കൺവേർജൻസിന്റെ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ദാറ്റ് ഈസ് ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? മൈനസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 16 ഈക്വൽ ടു 1/14 ഇൻറ്റു ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? മൈനസ് 2നെ ഇങ്ങോട്ട് എടുക്കാം. കാരണം ഇവിടെ ദാറ്റ് ഈസ് മൈനസ് 2 14 അല്ല അല്ലേ. ദാറ്റ് ഈസ് 4. ദാറ്റ് ഈസ് മൈനസ് 2/4 നെക്സ്റ്റ് 1 പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 5 സ്ക്വയർ പ്ലസ് എക്സെട്ര. കാരണം എന്താ? ഇവിടെ ഈ ടേം ഇല്ലാത്തതുകൊണ്ട് ഈ 2നെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. ഓക്കെ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു മൈനസ് ഇവിടെയും മൈനസ് ഇവിടെയും മൈനസ് ഇത് രണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? ഇതും 2 ക്യാൻസൽ ചെയ്യാം അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? 2 പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 16 ഈക്വൽ ടു 1 പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 5 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇതിലെ 2 ക്യാൻസൽ ചെയ്യാൻ ഇവിടെ 8 കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് 1 plus 1/3 square plus 1 divided by 5 square plus etc. This equal to pi square divided by 8. 1, 2, 3 പ്രാവശ്യം നിങ്ങൾ ഇതേ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. എന്താണ് ഇതിൽ വന്നിട്ടുള്ള തിയറി അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നാൽ ഈ ചാപ്റ്റർ ഇനി പഠിക്കാനൊന്നുമില്ല, കംപ്ലീറ്റ് ആയി. ഞാൻ പറഞ്ഞു വീണ്ടും ചെറിയൊരു ടോപ്പിക് ഉണ്ട്, ഫൊറിയർ സൈൻ സീരീസ് കൊസൈൻ സീരീസ്. വളരെ സിമ്പിൾ ആണ്. ഇത്രയാണ് പഠിക്കാനുള്ളത്. ഓക്കെ. ഇതിന്റെ നേരെ പകുതിയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ക്ലാസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ബാക്കിയുള്ള പ്രോബ്ലംസും ആ പുതിയ ടോപ്പിക് കൂടി എന്ത് ചെയ്യും? നമ്മൾ കംപ്ലീറ്റ് ആക്കും. താങ്ക് യു.